ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി. അപ്പോൾ ഇന്ന് നമ്മൾ 4ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ EVS അഥവാ പരിസര പഠനം മലയാളം മീഡിയംകാരുടെ ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ പാഠഭാഗവും അതേപോലെ ടെക്സ്റ്റ് ബുക്കും ഒന്ന് പരിചയപ്പെടാൻ പോവുകയാണ്. നിങ്ങൾക്ക് പുതിയ ടെക്സ്റ്റ് ബുക്കാണല്ലേ, പുതിയ സിലബസിലുള്ള പുതിയ ടെക്സ്റ്റ് ബുക്കുകളാണ് ഇപ്രാവശ്യം മുതൽ. പുതിയ ടെക്സ്റ്റ് ബുക്കിലെ പാഠഭാഗവും അതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ മറ്റു എല്ലാ വിഷയങ്ങളുടെയും ഇതുപോലെയുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാ വിഷയത്തിൻ്റെയും പാഠഭാഗങ്ങളും വിശദീകരണവും ചോദ്യങ്ങളും ഉത്തരങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം നമ്മൾ നമ്മുടെ ചാനലിൽ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് EVS നോക്കാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളുടെ പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിൽ 4 യൂണിറ്റുകളാണ് വരുന്നത്. അതിൽ ഒന്നാമത്തെ യൂണിറ്റിൻ്റെ പേരാണ് ജീവികളും ചുറ്റുപാടും. നിങ്ങളുടെ രണ്ടാമത്തെ യൂണിറ്റിൻ്റെ പേരാണ് ഇന്ത്യ എൻ്റെ രാജ്യം. മൂന്നാമത്തെ യൂണിറ്റായിട്ട് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ചിറകുള്ള കൂട്ടുകാർ എന്നാണ്. നാലാമത്തെ യൂണിറ്റിൻ്റെ പേര് കലാകേരളം എന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ള 4 യൂണിറ്റുകളാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ യൂണിറ്റ് നോക്കാം. ഒന്നാമത്തെ യൂണിറ്റിൻ്റെ പേരാണ് ജീവികളും ചുറ്റുപാടും. ഒന്നാമത്തെ യൂണിറ്റിൽ ആദ്യം തന്നെ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ഒരു ഡയറിയാണ്. അപ്പോൾ നമുക്ക് ഇതെന്താണെന്ന് നോക്കാം. 20/8/2024 എന്ന് നമുക്ക് ഒരു ഡേറ്റ് തന്നിട്ടുണ്ട്. താഴെ എന്താണ് കൊടുത്തിരിക്കുന്നതെന്ന് നോക്കാം. പരിസര നിരീക്ഷണത്തിനായി ഞങ്ങൾ ഇന്ന് തിരഞ്ഞെടുത്തത് ആമ്പൽക്കുളമാണ്. വയൽ വരമ്പിലൂടെ യാത്ര ചെയ്ത് കുളക്കരയിലെത്തി. കുളക്കരയിലെ മരത്തണലിൽ നിന്നായിരുന്നു നിരീക്ഷണം. നല്ല തെളിഞ്ഞ വെള്ളം, ആമ്പലുകൾ പൂവിട്ടു നിൽക്കുന്നു. ഏതാനും ജലസസ്യങ്ങളും പായലും മരത്തിൽ നിന്ന് കൊഴിഞ്ഞു വീണ ഇലകളും മറ്റും വെള്ളത്തിൽ കാണാം. കുളക്കരയിൽ പുല്ലുകളും വള്ളിച്ചെടികളും കുറ്റിച്ചെടികളും വളർന്നു നിൽക്കുന്നു. അപ്പോൾ എന്താണിത്? ഡ്രൈ ഡേയുടെ ഭാഗമായിട്ട്, അതായത് പരിസര നിരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ആമ്പൽക്കുളമാണല്ലേ അവർ തിരഞ്ഞെടുത്തത്. അപ്പോൾ എന്താണ്, വയൽ വരമ്പിലൂടെ അവർ യാത്ര ചെയ്തിട്ട് കുളക്കരയിലെത്തി. കുളക്കരയിലെ ഒരു മരത്തണലിൽ നിന്നായിരുന്നു നിരീക്ഷണം. കുളം എങ്ങനെയുള്ളതായിരുന്നു? നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു കുളത്തിലുള്ളത് അല്ലേ. ആമ്പലുകൾ പൂവിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുളത്തിലെ വെള്ളത്തിൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്? ഏതാനും ജലസസ്യങ്ങളും പായലും മരത്തിൽ നിന്ന് കൊഴിഞ്ഞു വീണ ഇലകളും മറ്റുമെല്ലാം വെള്ളത്തിൽ ഉണ്ടായിരുന്നു. പിന്നെ എന്താണ്, കുളക്കരയിൽ പുല്ലുകളും അതേപോലെ വള്ളിച്ചെടികളും കുറ്റിച്ചെടികളും ഒക്കെ വളർന്നു നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണല്ലേ ഒരു ഡയറി. നമുക്ക് ബാക്കി നോക്കാം. അതിന് താഴെ നമുക്കൊരു ചിത്രം നൽകിയിട്ടുണ്ട് കേട്ടോ. കുളത്തിൻ്റെയും ഒരു അന്തരീക്ഷത്തിൻ്റെയും ഒരു ചിത്രവും നമുക്കവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കൂട്ടുകാർ നോക്കുക. നമുക്ക് അടുത്ത പേജ് നോക്കാം. ആ ഡയറി കുറിപ്പിൻ്റെ ബാക്കി നമുക്കിവിടെ തന്നിട്ടുണ്ട്. കുളക്കരയിലെ ഞാവൽ മരത്തിൽ കിളികൾ, അണ്ണാൻ, മരയോന്ത്, ചിലന്തി എന്നിവയും ഉറുമ്പുകൾ ഉൾപ്പെടെയുള്ള ചെറുപ്രാണികളുമുണ്ട്. കുളത്തിൽ നിറയെ മത്സ്യങ്ങൾ ഉണ്ടായിരുന്നു. അവ ഇടയ്ക്കിടെ വെള്ളത്തിനു മുകളിൽ വന്ന് വായു പിളർക്കും. തവള, വാൽമാക്രി, ഞണ്ട്, ഒച്ച്, നീർക്കോലി, ജലപ്രാണികൾ തുടങ്ങിയവയാണ് ആമ്പൽക്കുളത്തിലെ മറ്റ് അന്ത്യവാസികൾ. കുളത്തിൽ ചെറുകല്ലുകളിട്ട് ഓളങ്ങൾ ഉണ്ടാക്കി ഞങ്ങൾ കളിച്ചു. കുളക്കരയിലെ കുളിർമയിൽ നേരം പോയത് അറിഞ്ഞതേയില്ല. ഈ ഭാഗത്ത് എന്താ പറയുന്നത്? കുളക്കരയിലെ ഞാവൽ മരത്തിൽ എന്തൊക്കെയുണ്ട് എന്നാണ് പറയുന്നത്. കിളികളും അണ്ണാനും മരയോന്തും ചിലന്തിയും എന്നിവയും പിന്നെ ഉറുമ്പുകൾ ഉൾപ്പെടെയുള്ള ചെറുപ്രാണികളും ഉണ്ടല്ലേ. അപ്പോൾ കുളത്തിൽ നിറയെ മത്സ്യങ്ങളുണ്ടായിരുന്നു. അവ ഇടയ്ക്കിടയ്ക്ക് എന്തിനാണ് വെള്ളത്തിന് മുകളിൽ വന്നിട്ട് നിൽക്കുന്നത്? അവയ്ക്ക് എന്തെങ്കിലും ഭക്ഷണം കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ. അപ്പോൾ അവ ഇടയ്ക്കിടെ വെള്ളത്തിന് മുകളിൽ വന്ന് വായു പിളർത്ത് നിൽക്കാറുണ്ടായിരുന്നു അല്ലേ. അതുമാത്രമല്ല, തവള, വാൽമാക്രി, ഞണ്ട്, ഒച്ച്, നീർക്കോലി, ജലപ്രാണികൾ തുടങ്ങിയവയാണ് ഒക്കെ ആമ്പൽക്കുളത്തിലുള്ള മറ്റ് അന്ത്യവാസികളായിരുന്നു. പിന്നെ എന്താണ് കുട്ടികൾ ചെയ്തത്? അവർ ചെറുകല്ലുകൾ ഇട്ടിട്ട് കുളത്തിൽ ഓളങ്ങൾ ഉണ്ടാക്കി കളിച്ചു അല്ലേ. ഡയറി കുറിപ്പിന് ലാസ്റ്റ് എന്താണ് പറയുന്നത്? കുളക്കരയിലെ കുളിർമയിൽ നേരം പോയത് അറിഞ്ഞതേയില്ല എന്ന് പറയുന്നുണ്ടല്ലേ. അപ്പം നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് റൈനയുടെ നിരീക്ഷണക്കുറിപ്പാണ്. റൈനയുടെ നിരീക്ഷണക്കുറിപ്പ് വായിച്ചല്ലോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇത് നന്നായിട്ടൊന്ന് വായിച്ചു നോക്കൂ കേട്ടോ. എന്നിട്ട് നമുക്ക് അവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ആൻസർ നോക്കാം. ഏതെല്ലാം ജീവികളെയാണ് കുളത്തിൽ കണ്ടത്? അപ്പോൾ റൈനയുടെ നിരീക്ഷണക്കുറിപ്പിൽ റൈന ഏതെല്ലാം ജീവികളെയാണ് കുളത്തിൽ കണ്ടത് എന്നാണ് എഴുതിയിട്ടുള്ളത്? ഉത്തരം മത്സ്യങ്ങൾ, തവള, വാൽമാക്രി, ഒച്ച്, ഞണ്ട്, നീർക്കോലി, ജലപ്രാണികൾ തുടങ്ങിയവയാണ് കുളത്തിൽ കണ്ടത്. അപ്പോൾ ഇത്രയൊക്കെ ജീവികളെയാണ് കുളത്തിൽ കണ്ടത് അല്ലേ. അപ്പോൾ മരത്തിൽ കണ്ട ജീവികൾ ഏതെല്ലാം? ഉത്തരം കുളക്കരയിലെ ഞാവൽ മരത്തിൽ കിളികൾ, അണ്ണാൻ, മരയോന്ത്, ചിലന്തി, ഉറുമ്പ് എന്നിവയാണ് കണ്ടത്. അടുത്ത ചോദ്യമാണ്, എല്ലാ ജീവികൾക്കും വസിക്കാൻ സ്ഥലം ആവശ്യമില്ലേ?
ഉത്തരം എന്താണ്? ആവശ്യമുണ്ട്. ആവശ്യമുണ്ട് അല്ലേ? എല്ലാ ജീവികൾക്കും വസിക്കാൻ സ്ഥലം ആവശ്യമുണ്ട്. ജലത്തിൽ വസിക്കുന്ന ജീവികൾക്ക് കരയിൽ ജീവിക്കാൻ കഴിയുമോ എന്നാണ് അടുത്ത ചോദ്യം. ഉത്തരം അവർക്ക് അത് സാധ്യമല്ല. ജലജീവികൾക്ക് കരയിലെ അന്തരീക്ഷത്തിൽ ശ്വാസമെടുക്കാൻ കഴിയില്ല. അവയുടെ ശ്വാസയന്ത്രങ്ങൾ കരയിലേക്ക് അനുയോജ്യമല്ല. ജലത്തിൽ വസിക്കുന്ന ജീവികൾക്ക് കരയിൽ ജീവിക്കാൻ കഴിയില്ല. അപ്പം അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി കൂടുതലുണ്ട്. അപ്പോൾ അതൊന്നും കൂട്ടുകാർ എഴുതണ്ട. നിങ്ങൾ ചെറിയ ക്ലാസ്സിലുള്ള കൂട്ടുകാരായതുകൊണ്ട് തന്നെ കുറച്ച് എഴുതിയാൽ മതി കേട്ടോ. അടുത്തത്, എന്തുകൊണ്ടാണ് മത്സ്യങ്ങൾക്ക് കരയിൽ വസിക്കാൻ കഴിയാത്തത്? നിങ്ങളുടെ ഊഹം പറയൂ. ജലത്തിൽ വസിക്കാൻ മത്സ്യത്തെ സഹായിക്കുന്ന എന്തെല്ലാം സവിശേഷതകൾ നിങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ട്? അപ്പോൾ നമുക്കിതിൻ്റെ ഉത്തരം നോക്കാം. ഉത്തരം ആദ്യത്തെ പോയിന്റാണ്, ദേഹം നീളമുള്ളതും സ്ലിപ്പറി ആയതുമാണ്. രണ്ടാമത്തെ പോയിന്റ്, ചെറുതും സുന്ദരവുമായ അവയവങ്ങൾ ജലപ്രവാഹത്തിൽ ചെറുത്തു നീന്താൻ സഹായിക്കുന്നു. 4, ഫലമായ വാലും കീലുകളും നീന്താൻ സഹായിക്കുന്നു. ഗ്രില്ലുകൾ വഴി വെള്ളത്തിൽ നിന്നുള്ള ഓക്സിജൻ എടുക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ പ്രത്യേകതകളാണ് മത്സ്യത്തെ ജലത്തിൽ വസിക്കാൻ സഹായിക്കുന്നത്. അടുത്തതായിട്ട് നമുക്കിവിടെ ഒരു മത്സ്യത്തിൻ്റെ ചിത്രം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത് കുത്തുകളിലൂടെ യോജിപ്പിച്ച് ആ ഒരു ചിത്രം, അപ്പോൾ ഇത് കൂട്ടുകാർക്കുള്ളൊരു വർക്കാണ്. ആ കുത്തുകളുടെ മേലെ കൂടെ വരച്ചിട്ട് ആ ഒരു മത്സ്യത്തെ പൂർത്തിയാക്കി നോക്കൂ കേട്ടോ. അതിൻ്റെ താഴെ നമുക്ക് 2 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. മത്സ്യത്തിൻ്റെ ആകൃതി എങ്ങനെയുള്ളതാണ്? ജലത്തിലൂടെയുള്ള സഞ്ചാരത്തിന് ഈ ആകൃതി എങ്ങനെ സഹായിക്കുന്നു? ഉത്തരം നോക്കാം. മത്സ്യത്തിൻ്റെ ആകൃതി നീളമുള്ളതും അറ്റങ്ങളിൽ കുറുകിയതുമാണ്. ഇത് നടംപായ ആകൃതിയാണെന്ന് പറയുന്നു. അടുത്തത്, ജലത്തിലൂടെയുള്ള സഞ്ചാരത്തിന് ഈ ആകൃതി എങ്ങനെ സഹായിക്കുന്നു എന്നതാണ് ചോദ്യം. ഉത്തരം നോക്കാം. ഈ നടപ്പായ ആകൃതി വെള്ളത്തിൽ പ്രതിരോധം കുറയ്ക്കുന്നു. അതിനാൽ മത്സ്യം എളുപ്പത്തിൽ വേഗത്തിൽ നീന്താൻ കഴിയും. ജലപ്രവാഹം മത്സ്യത്തിന് നേരെ പ്രതിരോധം സൃഷ്ടിക്കാതെ അനായാസം മുന്നോട്ട് നീങ്ങാൻ ഈ ആകൃതി സഹായിക്കുന്നു. അടുത്തത്, വഞ്ചികളുടെ ആകൃതി നിരീക്ഷിക്കൂ. അവിടെ 2 തരത്തിലുള്ള വഞ്ചികൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് വട്ടത്തിലുള്ള ആകൃതിയാണല്ലേ, ഒന്ന് നമ്മൾ സാധാരണ വഞ്ചിയുടെ ആകൃതിയുള്ളതാണല്ലേ. അപ്പോൾ ജലത്തിലൂടെ സഞ്ചരിക്കുന്നതിന് ഇതിൽ ഏത് ആകൃതിയാണ് കൂടുതൽ അനുയോജ്യം എന്നാണ് ആദ്യത്തെ ചോദ്യം. ഉത്തരം, വട്ടം വണ്ണമുള്ള വള്ളങ്ങളുടെ ആകൃതിയാണ് ജലത്തിലൂടെ സഞ്ചരിക്കാൻ കൂടുതൽ അനുയോജ്യം. അപ്പോൾ രണ്ടാമത്തെ ചിത്രത്തിലുള്ള അങ്ങനെയുള്ള ആകൃതിയിലുള്ള വെള്ളങ്ങളാണ് ഒന്നും കൂടെ നല്ലത്. അടുത്തത്, മത്സ്യങ്ങൾ സഞ്ചരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മത്സ്യങ്ങൾ എങ്ങനെയാണ് സഞ്ചരിക്കുന്നതെന്ന്? ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് എഴുതണം കേട്ടോ, അല്ലെങ്കിൽ ഇല്ല എന്ന് എഴുതിക്കോളൂ. അവ സഞ്ചാര ദിശ മാറ്റുന്നത് എങ്ങനെയാണ്? ഉത്തരം, അവയുടെ വാലുപയോഗിച്ചിട്ട്. അപ്പോൾ സഞ്ചാര ദിശ മാറ്റുന്നത് അവയുടെ വാലുകൾ ഉപയോഗിച്ചിട്ടാണ്. മത്സ്യങ്ങൾക്ക് ശ്വസിക്കാൻ സഹായകരമായ ശരീരഭാഗം ഏത്? ജലത്തിൽ ജീവിക്കാൻ സഹായിക്കുന്ന എന്തെല്ലാം സവിശേഷതകളാണ് മത്സ്യങ്ങൾക്കുള്ളത്? അപ്പോൾ നമുക്ക് നോക്കാം. ശരീരത്തിൻ്റെ ആകൃതി, ചിറകുകൾ, വാൽച്ചിറക്, ചെതുമ്പലുകളുടെ ക്രമീകരണം, വഴുവഴുപ്പ് എന്നിവ ജലത്തിലൂടെ സഞ്ചരിക്കുന്നതിന് മത്സ്യങ്ങളെ സഹായിക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ് മത്സ്യങ്ങളെ ജലത്തിലൂടെ സഞ്ചരിക്കാൻ സഹായിക്കുന്നത്? ശരീരത്തിൻ്റെ ആകൃതി, ചിറകുകൾ, വാൽച്ചിറക്, ചെതുമ്പലുകളുടെ ക്രമീകരണം, വഴുവഴുപ്പ് എന്നിവയൊക്കെയാണല്ലേ. അപ്പോൾ അടുത്തത്, ചെകിളപ്പൂക്കളുടെ സഹായത്തോടെയാണ് മത്സ്യങ്ങൾ ശ്വസിക്കുന്നത്. അപ്പോൾ മേലെ നമുക്കൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, മത്സ്യങ്ങൾക്ക് ശ്വസിക്കാൻ സഹായകരമായ ശരീരഭാഗം ഏത്? ചെകിളപ്പൂക്കളുടെ സഹായത്തോടെയാണ് മത്സ്യങ്ങൾ ശ്വസിക്കുന്നത്. താഴെ എന്താണ് പറയുന്നത്? മത്സ്യങ്ങളുടെ വിവിധ സവിശേഷതകൾ മനസ്സിലാക്കിയല്ലോ. ഇനി സവിശേഷതയുള്ള ചില സസ്യങ്ങളെ പരിചയപ്പെടാം. അപ്പോൾ നമ്മൾ മത്സ്യങ്ങളുടെ വിവിധ സവിശേഷതകളെല്ലാം പറഞ്ഞു. ഇനി നമുക്ക് സസ്യങ്ങളുടെ സവിശേഷതകളാണ് നോക്കാൻ പോകുന്നത്. ചിത്രങ്ങൾ നിരീക്ഷിക്കുക. അവിടെ 2 സസ്യങ്ങളുടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ സസ്യങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? തണ്ടിൻ്റെ പ്രത്യേകത എന്താണ്? ഉത്തരം, ഈ സസ്യങ്ങൾ മരുഭൂമിയിലാണ് വളരുന്നത്. അതിനാൽ ഇവയ്ക്ക് വെള്ളം കുറവായി ലഭിക്കുന്നു. അതുകൊണ്ട് ചെടിയുടെ കട്ടിയുള്ള ഇലകൾ കൂർത്ത മുഖമുള്ള മുളകൾ ആയിരിക്കും. വെള്ളം സംരക്ഷിക്കാൻ തൊലി കട്ടിയുള്ളതായിരിക്കണം. അത്തരം സവിശേഷതകളാണ് ഇവയുടെ പ്രത്യേകതകൾ. അടുത്തത്, തണ്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. തണ്ടുകൾ കട്ടിയുള്ളതും ജലസംഭരണത്തിന് സഹായകരവുമാണ്. ഇലകൾ ഇല്ലാത്തതിനാൽ ഭക്ഷണ സാമഗ്രികൾ തണ്ടിൽ തന്നെ ഉണ്ടാക്കുന്നു. അതാണ് ഇതിൻ്റെയൊക്കെ തണ്ടിൻ്റെ പ്രത്യേകത. അടുത്തത്, മറ്റു ചെടികളിൽ നിന്ന് വ്യത്യസ്തമായ എന്തെല്ലാം പ്രത്യേകതകളാണ് ഇവയ്ക്കുള്ളത്? ചർച്ച ചെയ്ത് എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ. അപ്പം നമുക്ക് നോക്കാം. മരുഭൂമിയിലെ സസ്യങ്ങൾ അഥവാ മരുരൂഹങ്ങൾ. മരുഭൂമിയിലെ സസ്യങ്ങൾ ഇലയില്ലാത്തതോ ചെറിയ ഇലകളുള്ളതോ മുള്ളുകളുള്ളതോ ആകാം.
അവയുടെ തണ്ടുകൾ കനമുള്ളവയും പച്ച നിറമുള്ളവയും ജലം സംഭരിച്ചു വയ്ക്കാൻ കഴിയുന്നവയുമാണ്. തണ്ടുകൾ മെഴുകുപോലെയുള്ള ഒരു ആവരണമുണ്ട്. ഈ ആവരണം ജലനഷ്ടം തടയാൻ അവയെ സഹായിക്കുന്നു. മണ്ണിലേക്ക് വളരെയധികം താഴ്ന്നിറങ്ങാൻ കഴിവുള്ള അവയുടെ വേരുകൾ ആഴത്തിൽ നിന്നു പോലും ജലം വലിച്ചെടുക്കും. മരുഭൂമിയിലെ സസ്യങ്ങൾ മരുഗൃഹങ്ങൾ അഥവാ സീറോഫൈറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. മേൽ സൂചിപ്പിച്ച സവിശേഷതകളെല്ലാം മരുഭൂമിയിൽ വസിക്കുന്നതിന് അവയെ പ്രാപ്തമാക്കുന്നു. അപ്പം മരുഭൂമിയിലെ സസ്യങ്ങളുടെ സവിശേഷതകളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അടുത്തത് എന്താണ് അനുകൂലനം അഥവാ അഡാപ്റ്റേഷൻ? സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും അവ ജീവിക്കുന്ന ചുറ്റുപാടിന് അനുയോജ്യമായ ശാരീരിക സവിശേഷതകളുണ്ട്. ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കുന്നതിന് സഹായകരമായ ശാരീരിക സവിശേഷതയാണ് അനുകൂലനം. അപ്പോൾ എല്ലാ ജീവികൾക്കും അവ ജീവിക്കുന്ന ചുറ്റുപാടിന് അനുയോജ്യമായ ചില ശാരീരിക സവിശേഷതകളുണ്ട്. ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കുന്നതിന് സഹായകരമായ ശാരീരിക സവിശേഷതയാണ് അനുകൂലനം. അപ്പം നമ്മൾ ശാരീരികമായ സവിശേഷതകൾക്കാണ് അനുകൂലനം എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് അവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ടല്ലേ. എന്താണ്? ഒരു ആമ്പലിൻ്റെയും ഒരു തവളയുടെയും ചിത്രമാണല്ലേ തന്നിട്ടുള്ളത്. ആമ്പൽ എന്താണ് പറയുന്നത്? തണ്ടുകളിലെ വായു അറകളുടെ സഹായത്തോടെയാണ് ഞങ്ങൾ വെള്ളത്തിൽ പൊങ്ങി നിൽക്കുന്നത്. അപ്പോൾ എന്താണ് തവള പറയുന്നത്? വിരലുകൾ തമ്മിൽ ചർമ്മത്താൽ ബന്ധിപ്പിച്ചിരിക്കുന്നത് മൂലം വെള്ളത്തിലൂടെ നീന്താൻ ഞങ്ങൾക്ക് കഴിയും. അപ്പോൾ ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ആമ്പലും തവളയും പറയുന്നത്. അപ്പോൾ നമുക്ക് താഴെ നോക്കാം. ആമ്പലും തവളയും തമ്മിലുള്ള സംഭാഷണം ശ്രദ്ധിച്ചല്ലോ. അവയുടെ കൂടുതൽ അനുകൂലനങ്ങൾ ചർച്ച ചെയ്തെഴുതൂ. തവളയുടെയും ആമ്പലിൻ്റെയും മറ്റ് സവിശേഷതകൾ നോക്കാം. തവളയുടെ ആദ്യം നോക്കാം കേട്ടോ. വിരലുകൾ തമ്മിൽ ചർമ്മത്താൽ ബന്ധിപ്പിച്ചിരിക്കുന്നു, അതിനാൽ വെള്ളത്തിൽ നീന്താൻ എളുപ്പമാണ്. അത് തവള പറഞ്ഞൊരു സവിശേഷതമാണല്ലേ അവിടെ. ബാക്കി നോക്കാം. തവളക്ക് ഇരുവശവും ഉള്ള കണ്ണുകൾ ഇരയെ കണ്ടെത്താൻ സഹായിക്കുന്നു. ജീർണശ്വാസവും ത്വക്ക് ശ്വാസവും ഉള്ളതാണ് വെള്ളത്തിലകത്തും പുറത്തും ശ്വസിക്കാൻ കഴിയുന്നത്. ചാടുവാനും ശക്തിയുള്ള നീളമുള്ള കാലുകളുണ്ട്. ഇങ്ങനെയുള്ള സവിശേഷതകളൊക്കെയാണ് തവളയ്ക്കുള്ളത്. ഇനി ആമ്പലിൻ്റെ നോക്കാം. തണ്ടുകളിലെ വായു അറകൾ ആമ്പലിന് വെള്ളത്തിൽ പൊങ്ങി നിൽക്കാൻ സഹായിക്കുന്നു. ആ ഒരു സവിശേഷതയാണല്ലേ അവിടെ ആമ്പൽ പറഞ്ഞത്. അടുത്തത് വൻ വിസ്താരമുള്ള ഇലകൾ വെള്ളത്തിൽ പടർന്നു കിടക്കുന്നതിനാൽ സൂര്യപ്രകാശം കൂടുതൽ സ്വീകരിക്കാൻ കഴിയും. അടുത്തതാണ് വേരുകൾ വെള്ളത്തിലുള്ള മണ്ണിൽ പതുങ്ങി കിടക്കുന്നു, അതിനാൽ നന്നായി പിടിച്ചു നിൽക്കാൻ സഹായിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ എന്താണ് സവിശേഷതകളാണ് ആമ്പലിനുള്ളത്. അടുത്തത് നോക്കാം. ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. ചിത്രത്തിലെ ജീവികൾ എവിടെയെല്ലാമാണ് വസിക്കുന്നത്? അവിടെ നമുക്ക് 3 ചിത്രങ്ങൾ നൽകിയിട്ടുണ്ടല്ലേ. അപ്പോൾ ഈ 3 ജീവികളും വ്യത്യസ്തമായ ജീവിതശൈലിയിൽ ജീവിക്കുന്നവരാണ്. അടുത്തത് നിങ്ങൾക്ക് പരിചിതമായ മറ്റു ജീവികളുടെ പേരുകൾ എഴുതി പട്ടിക പൂർത്തിയാക്കൂ. അപ്പോൾ നമ്മളോട് കുറച്ച് ജീവികളുടെ പേരുകൾ എഴുതിയിട്ട് പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പട്ടികയിൽ എന്താണ് കൊടുത്തിട്ടുള്ളത്? കരയിൽ ജീവിക്കുന്ന ജീവികളുടെ പേര് എഴുതാനാണ് ആദ്യത്തെ പട്ടികയിൽ പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തേതിൽ വെള്ളത്തിൽ ജീവിക്കുന്നവ, മൂന്നാമത്തേതിൽ കരയിലും വെള്ളത്തിലും ജീവിക്കുന്നവ. അങ്ങനെയുള്ള 3 ബോക്സുകളാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. കരയിൽ ജീവിക്കുന്ന ജീവികളാണ് ആന, പാമ്പ്, പൂച്ച, കടുവ. വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികളുടെ പേരാണ് മീന്, നീർക്കോലി, വാൽമാക്രി. കരയിലും വെള്ളത്തിലും ജീവിക്കുന്നവയാണ് തവള, ആമ, ഒച്ച് ഒക്കെ കേട്ടോ. അപ്പോൾ ഇനിയും കൂട്ടുകാർക്ക് കിട്ടുമെങ്കിൽ കൂട്ടുകാർക്ക് എഴുതി ചേർക്കാം കേട്ടോ. അടുത്തത് പൂർത്തിയാക്കിയ പട്ടികയിലെ വിവരങ്ങൾ വിശകലനം ചെയ്ത് നിഗമനങ്ങൾ എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ രേഖപ്പെടുത്തൂ. അപ്പോൾ നമുക്കിത് പൂർത്തിയാക്കിയതിൽ നമുക്ക് എന്താണ് മനസ്സിലായത്? കരയിൽ ജീവിക്കുന്ന ജീവികളും വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികളും അതേപോലെ കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവികൾക്കും എല്ലാം അവയുടെ പ്രത്യേകതകളും അവയുടെ വ്യത്യസ്തമായ സവിശേഷതകളും ഉള്ള ഒരു ജീവികളാണല്ലേ. എല്ലാ ജീവികളും ഒരുപോലെയല്ല. ചിലവർ കരയിലാണ്, ചിലവർ വെള്ളത്തിലാണ് ജീവിക്കുന്നത്. ചില ജീവികൾക്ക് വെള്ളത്തിലും കരയിലും ജീവിക്കാൻ സാധിക്കും. അതെന്തുകൊണ്ടാണ്? ഓരോ ജീവികൾക്കും അവരവരുടേതായ സവിശേഷതകളും പ്രത്യേകതകളും ഉള്ളതുകൊണ്ടാണ് അവർക്ക് അങ്ങനെയൊക്കെ ജീവിക്കാൻ സാധിക്കുന്നത്. അടുത്തത് മരുഭൂമിയിലും ധ്രുവ പ്രദേശങ്ങളിലും ജീവികൾ വസിക്കുന്നുണ്ടല്ലോ. എന്തെല്ലാം അനുകൂലനങ്ങളാണ് അവയ്ക്കുള്ളത്? അപ്പം മരുഭൂമിയിൽ ജീവിക്കുന്നത് നമുക്കവിടെ കൊടുത്തിട്ടുണ്ടല്ലേ. എന്താണ് കൊടുത്തിട്ടുള്ളത്? ഒട്ടകത്തെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ധ്രുവ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന പെൻഗ്വിനെയും അവിടെ കൊടുത്തിട്ടുണ്ട്. അവർ രണ്ടുപേരും എന്തോ പറയുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് ഒട്ടകം പറയുന്നത്? മരുഭൂമിയിൽ ദിവസങ്ങളോളം വെള്ളം കുടിക്കാതെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കുന്നത് മുതുകിലെ കൊഴുപ്പാണ്. അപ്പോൾ കൂട്ടുകാർ സിനിമയിലൊക്കെ ഒട്ടകത്തെ കണ്ടിട്ടുണ്ടാവില്ലേ. ചിലവർ നേരിട്ടിട്ടും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒട്ടകത്തിൻ്റെ മേലെ മുതുകിൽ ഒരു കൊഴുപ്പ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിലാണ് അവർക്ക് ജീവിക്കാൻ ഉള്ള വെള്ളം അവർ ദിവസങ്ങളോളം സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അടുത്തത് പെൻഗ്വിൻ എന്താണ് പറയുന്നത്? ത്വക്കിനടിയിലെ കൊഴുപ്പാണ് ധ്രുവപ്രദേശത്തെ അതിശൈത്യത്തിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുന്നത്.
ധ്രുവ പ്രദേശങ്ങളിൽ അതിശക്തമായ തണുപ്പായിരിക്കും അല്ലേ. അപ്പോൾ അതിൽ നിന്ന് അവരെ രക്ഷിക്കുന്നത് എന്താണ്? ത്വക്കിനടിയിലെ അവരുടെ കൊഴുപ്പാണ്. അടുത്തത് ഒട്ടകത്തിനും പെൻഗ്വിനുമുള്ള മറ്റ് അനുകൂലനങ്ങൾ കണ്ടെത്തി ചർച്ച ചെയ്തു പട്ടികയിൽ എഴുതുക. അപ്പോൾ നമ്മളോട് ഒട്ടകത്തിൻ്റെയും പെൻഗ്വിൻ്റെയും മറ്റ് അനുകൂലനങ്ങൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഒട്ടകത്തിൻ്റെയും പെൻഗ്വിൻ്റെയും മറ്റു അനുകൂലനങ്ങൾ നോക്കാം. ഒട്ടകം കൊഴുപ്പുള്ള കുപ്പായം ഉപയോഗിച്ച് ശരീരത്തിന് ഊർജം നൽകുന്നു. അടുത്തതാണ് നീണ്ട കാലുകൾ ചൂടായ മണ്ണിൽ നിന്ന് ശരീരത്തെ അകറ്റുന്നു. അടുത്തത് മൂക്കിൻ്റെ ആകൃതി അണുവാരിയെ തടയുന്നു. അടുത്തതാണ് ജലമില്ലാതെ ദിവസങ്ങളോളം ജീവിക്കാൻ കഴിയും. അപ്പോൾ ഇത്രയൊക്കെ അനുകൂലനങ്ങളാണ് ഒട്ടകത്തിനുള്ളത്. പെൻഗ്വിൻ്റേത് നോക്കാം. ത്വക്കിനടിയിലെ കൊഴുപ്പ് താപം നിലനിർത്തുന്നു. വെള്ളത്തിൽ നീന്താൻ സഹായിക്കുന്ന ഫ്ലാപ്പ് പോലുള്ള ചിറകുകൾ. അതുപോലെ കൂട്ടമായി കഴിയുന്നത് ചൂട് നിലനിർത്താൻ സഹായിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ അനുകൂലനങ്ങളാണ് ഒട്ടകത്തിന് പെൻഗ്വിനുള്ളത്. ഇനിയും കൂട്ടുകാർക്ക് അറിയുമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ എഴുതി ചേർക്കാട്ടോ. വെള്ളം കുടിക്കാതെയും ഒരു ജീവിതം. എന്താണ് അവിടെ വെള്ളം കുടിക്കാത്ത ആരുടെ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത് എന്ന് നോക്കാം. കങ്കാരു എലി. കങ്കാരു എലിയെ കുറിച്ച് കൂട്ടുകാർ കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് നോക്കാട്ടോ. മരുഭൂമിയിൽ കാണപ്പെടുന്ന ഒരു ചെറിയ ജീവിയാണ് കങ്കാരു എലി. മരുഭൂമിയിൽ ജീവിക്കുന്നതിനുള്ള നിരവധി അനുകൂലനങ്ങൾ ഇതിനുണ്ട്. പകൽ സമയത്തെ ചൂട് അതിജീവിക്കുന്നതിന് വളരെ ആഴത്തിൽ വാളമുണ്ടാക്കി അതിനുള്ളിൽ ജീവിക്കുന്നു. രാത്രികാലങ്ങളിലാണ് ഇര തേടുന്നത്. ഒട്ടും തന്നെ വെള്ളം കുടിക്കാതെ ജീവിക്കാൻ ഇവയ്ക്ക് കഴിയും. പ്രധാന ആഹാരമായ ധാന്യങ്ങളിൽ നിന്നും വിത്തുകളിൽ നിന്നും ശരീരത്തിലെ കൊഴുപ്പിൽ നിന്നും ഇവയ്ക്ക് ആവശ്യമായ ജലം ലഭിക്കുന്നു. വിയർപ്പിലൂടെയും മൂത്രത്തിലൂടെയുമുള്ള ജലനഷ്ടം വളരെ കുറവാണ്. നീളം കൂടിയ പിൻകാലുകൾ ഉപയോഗിച്ച് കങ്കാരുവിനെ പോലെ ചാടി സഞ്ചരിക്കുന്നത്. കവിൾ ഭാഗത്തുള്ള സഞ്ചിയിൽ ധാന്യങ്ങളും വിത്തുകളും ശേഖരിച്ചു വെക്കാനും കഴിയും. അപ്പോൾ ഇത്രയൊക്കെ പ്രത്യേകതകളാണ് കങ്കാരു എലിക്കുള്ളത്. അടുത്തത് കൊക്കിനെയും മീനിനെയും അവിടെ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അവരെന്താണ് പറയുന്നത്? ഞങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായതെല്ലാം വയലിലുണ്ട് എന്നാണ് കൊക്ക് പറയുന്നത്. അപ്പോൾ മീൻ എന്താണ് പറയുന്നത്? ഞങ്ങൾക്ക് വേണ്ടതെല്ലാം കുളത്തിലുണ്ടല്ലോ. അപ്പോൾ കൊക്കിന് വേണ്ടതെല്ലാം വയലിലുമുണ്ട്, എന്താണ് മീനിന് വേണ്ടതെല്ലാം കുളത്തിലുമുണ്ട് അല്ലേ. അപ്പോൾ അതിന് താഴെ എന്താണ് നൽകിയിരിക്കുന്നത്? കൊക്കിന് വയലിൽ നിന്ന് എന്തെല്ലാമാണ് ലഭിക്കുന്നത്? കൊക്കിന് എന്തെല്ലാമാണ് ലഭിക്കുക? ചെറുജീവികൾ എന്ന് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം. പിന്നെ തേനീച്ച, വിത്തുകൾ, പുഴുക്കൾ ഇതൊക്കെ കൊക്കിന് ലഭിക്കും അല്ലേ വയലിൽ നിന്ന്. അടുത്തത് മത്സ്യത്തിന് കുളത്തിൽ നിന്ന് എന്തെല്ലാം ലഭിക്കും? അവിടെ തന്നിട്ടുണ്ട് വാസസ്ഥലം, പിന്നെ ആഹാരം, ശ്വാസമെടുക്കാനുള്ള ജലമുള്ള അന്തരീക്ഷം. ഇത്രയൊക്കെയാണ് മത്സ്യത്തിന് കുളത്തിൽ നിന്ന് ലഭിക്കുക. അടുത്തത് ഒരു ജീവി വസിക്കുന്ന ചുറ്റുപാടാണ് അതിൻ്റെ വാസസ്ഥലം അഥവാ ആവാസം. ഹാബിറ്റേറ്റ് എന്നാണ് പറയുക ഇംഗ്ലീഷിൽ. ജീവിയുടെ നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും ആവാസത്തിലുണ്ട്. കുളം, പുഴ, വയൽ എന്നിവ ആവാസങ്ങൾക്ക് ഉദാഹരണമാണ്. ആവാസം അഥവാ ഹാബിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ജീവിക്ക് ജീവിക്കാനുള്ള അതിൻ്റെ ചുറ്റുപാടുകൾ വേണമല്ലേ, അതിന് വാസസ്ഥലം വേണം. അപ്പോൾ അതാണ് വാസസ്ഥലമാണ് ആവാസം എന്ന് പറയുന്നത്. ആ ആവാസത്തിൽ ജീവിക്ക് ജീവിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും. അവയുടെ ജീവൻ നിലനിൽക്കാനുള്ള ആവശ്യമായ എല്ലാ ഘടകങ്ങളും ആവാസത്തിൽ ഉണ്ടാവും. ആവാസത്തിന് ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ്? കുളം, പുഴ, വയൽ എന്നിവയൊക്കെ ആവാസങ്ങൾക്ക് ഉദാഹരണമാണ്. അതിന് താഴെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ആവാസങ്ങൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ ചർച്ച ചെയ്ത് കണ്ടെത്തി എഴുതൂ. അപ്പം അത് കൂട്ടുകാരൊന്ന് കണ്ടെത്തി എഴുതി നോക്കൂ കേട്ടോ. വിവിധ ആവാസങ്ങൾ. ചിത്രം നിരീക്ഷിക്കൂ. ചിത്രത്തിൽ കാണുന്ന വിവിധ തരം ആവാസങ്ങൾ ഏതെല്ലാം? പേരുകൾ എഴുതി നോക്കൂ. അപ്പോൾ അവിടെ എന്തെല്ലാം ആവാസങ്ങളാണല്ലേ കൊടുത്തിട്ടുള്ളത്? കാട് കൊടുത്തിട്ടുണ്ട്, പുഴ കൊടുത്തിട്ടുണ്ട്, നദി കൊടുത്തിട്ടുണ്ട്, പിന്നെ കുന്നുകൾ, മരങ്ങൾ, മലകൾ, പിന്നെ നമുക്ക് മരുഭൂമി കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ നല്ല മഞ്ഞുള്ള ശൈത്യമുള്ള സ്ഥലം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആവാസങ്ങൾ നമുക്കവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തത് വയൽ ഒരു ആവാസമാണല്ലോ. അതിൽ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ നിരവധി ഘടകങ്ങളുണ്ട്. ഏതെല്ലാമാണ് അവ? ചർച്ച ചെയ്ത് എഴുതൂ. അപ്പോൾ നമ്മളോട് അവിടെ വയലിലുള്ള ജീവനുള്ളതും ജീവനില്ലാത്തതുമായ കാര്യങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. ജീവനുള്ളവ ഏതൊക്കെയാണ്? സസ്യങ്ങൾ, മൃഗങ്ങൾ, പക്ഷികളൊക്കെയാണ് അല്ലേ ജീവനുള്ളവ. ജീവനില്ലാത്തവ മണ്ണ്, കല്ല്, വെള്ളം ഇവയ്ക്കൊന്നും ജീവനില്ലാത്തവയാണല്ലേ. പ്രകൃതിദത്ത ആവാസങ്ങൾക്കും മനുഷ്യനിർമ്മിത ആവാസങ്ങൾക്കും കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി എഴുതൂ. അപ്പോൾ നമ്മളോട് പ്രകൃതിദത്ത ആവാസങ്ങൾക്കും മനുഷ്യനിർമ്മിത ആവാസങ്ങൾക്കും കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പ്രകൃതിദത്ത ആവാസങ്ങൾ. കുളം, പുഴ, മലകളൊക്കെ പ്രകൃതിദത്ത ആവാസങ്ങളാണ്. മനുഷ്യനിർമ്മിത ആവാസങ്ങളാണ് അക്വേറിയം, മൃഗശാലകളൊക്കെ. അടുത്തത് ഒരു ആവാസത്തിൽ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ നിരവധി ഘടകങ്ങളുണ്ട്.
സസ്യങ്ങൾ, ജന്തുക്കൾ, സൂക്ഷ്മജീവികൾ എന്നിവ ജീവനുള്ള ഘടകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. മണ്ണ്, വായു, ജലം, സൂര്യപ്രകാശം തുടങ്ങിയവയാണ് ജീവനില്ലാത്ത ഘടകങ്ങളിൽ പ്രധാനപ്പെട്ടവ. വായു, ജലം, മണ്ണ്, സൂര്യപ്രകാശം തുടങ്ങിയ ജീവനില്ലാത്ത ഘടകങ്ങളെ ജീവികൾ ആശ്രയിക്കുന്നില്ലേ? ഇതുപോലെ ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നുമുണ്ട്. ഒരു പ്രദേശത്ത് ജീവനുള്ള ഘടകങ്ങളും ജീവനില്ലാത്ത ഘടകങ്ങളും പരസ്പര ആശ്രയത്വത്തിൽ കഴിയുന്നു. ചിത്രം നിരീക്ഷിക്കൂ. ആരെയെല്ലാം ആശ്രയിക്കുന്നു? വരച്ചു യോജിപ്പിച്ച് കുറിപ്പ് തയ്യാറാക്കൂ. എല്ലാ ജീവികളും അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട്, അതായത് അവരുടെ ഭക്ഷണത്തിനും മറ്റു ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് മറ്റു ചില ജീവികളെ എല്ലാം ആശ്രയിച്ചാണല്ലേ ജീവിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇപ്പം നമുക്ക് അവിടെ ഒരു ചിത്രം നൽകിയിട്ടുണ്ടല്ലേ, അതിൽ ആരൊക്കെ ആശ്രയിച്ചിട്ടാണ് ജീവിക്കുന്നത് എന്ന് നോക്കാം. ആദ്യം നമുക്കൊരു സൂര്യനെ നൽകിയിട്ടുണ്ടല്ലേ. സൂര്യനെ ആരെയാണ് ആശ്രയിക്കുന്നത്? ചെടിയാണല്ലേ ആശ്രയിക്കുന്നത്. അപ്പം ചെടിയെ പുൽച്ചാടി ആശ്രയിക്കുന്നുണ്ട്. പുൽച്ചാടിയെ തവളയാണ് കഴിക്കുന്നത്. അതുപോലെ തവളയെ ആരാണ് കഴിക്കുന്നത്? പാമ്പാണ് കഴിക്കുന്നത്. അതുപോലെ പാമ്പിനെ ആരാണ് കഴിക്കുന്നത്? പരുന്ത് കഴിക്കുന്നുണ്ടല്ലേ. അതേപോലെ പരുന്ത് എന്താണ് കഴിക്കുന്നത്? കുളത്തിലെ മീനുകളെല്ലാമാണ് കഴിക്കുന്നത്. അപ്പം എല്ലാവരെയും ആശ്രയിച്ചാണ് ജീവിക്കുന്നത് അല്ലേ. അപ്പോൾ ഓരോ ജീവികളുടെയും നിലനിൽപ്പിന് വേണ്ടിയിട്ട് മറ്റു ചില ജീവികളെയും അവർ ആശ്രയിക്കേണ്ടി വരും. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. പാർട്ട് 2 വീഡിയോ ആയിട്ട് നമ്മൾ എത്രയും വേഗം തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് എടുത്ത എല്ലാ ഭാഗങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.